ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തുകൊണ്ടാണ് ഈ ക്യാപ്ഷനിൽ കണ്ടവരാണ് എന്തുകൊണ്ടാണ് ഒരു ഹെഡ്ജിങ്ങിന് വേണ്ടി പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം മെസ്സേജുകൾ വരുന്നു. സാർ ഇതൊന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വിശദമായിട്ട് എന്ന് പറഞ്ഞ് ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട്. ഒന്ന് കമൻറ്റിൻ്റെ താഴെ ധാരാളം വീഡിയോകൾക്ക് ധാരാളം മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ കാണാത്ത ധാരാളം ആൾക്കാരുണ്ട്. കാരണം ഈ വീഡിയോ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ അന്നൊരു ദിവസം ഈ വീഡിയോ ചെയ്തത് അവിചാരിതമായിട്ട് പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു പോസ്റ്റ് മാർക്കറ്റിൻ്റെ കൂട്ടത്തിലാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് ആ വീഡിയോ ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സ്പെഷ്യലായിട്ടും കുറച്ചുകൂടി വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് എന്നും ചെയ്യാനുള്ളൊരു പരിപാടിയല്ല. നിങ്ങൾ ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നും ചെയ്യാനുള്ളൊരു പരിപാടിയാണ് ഹെഡ്ജിങ് പരിപാടി. ഓക്കെ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നമുക്ക് മിനിമം ലോസോ മിനിമം പ്രോഫിറ്റോ കിട്ടത്തക്ക രീതിയിലുള്ളൊരു ട്രേഡിംഗ് സെറ്റപ്പാണ് ഈ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഈ കേൾക്കുന്ന എന്നെ ഇതിന് കേൾക്കുമ്പോൾ തന്നെ നെറ്റി ചുളിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ധാരാളം ആൾക്കാരുണ്ട്. ഇത് തട്ടിപ്പാന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാന്യമായി ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ചെറിയ ലോസിൽ നിങ്ങളുടെ നഷ്ടത്തെ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കത്തക്ക രീതിയിൽ വലിയ ലോസ് വരാതെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ തക്ക രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഞാൻ ഈ പറയുന്നത്. ഇത് പല പ്രാവശ്യം ഞാൻ ചെയ്ത് പരീക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലതും പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒരു 95% ആൾക്കാർക്കും പ്രോഫിറ്റ് ആ സാഹചര്യങ്ങളിൽ കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, പിന്നെ 5% ആൾക്കാർക്ക് അവരുടെ അജ്ഞത കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അവർ അത് ആക്ട് ചെയ്യാൻ താമസിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ബ്രോക്കർ ചതിച്ചത് കൊണ്ടോ ഒക്കെ ചിലർക്ക് ലോസിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണ സഹിതം ഞാൻ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ വീണ്ടും പറയുന്നു, ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് കാര്യത്തിനും റിസ്ക് ഉണ്ട്. റിസ്ക് ഇല്ലാതെ ഒരു കാര്യവും ഇല്ല. അങ്ങനെ റിസ്ക് ഇല്ലാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും എന്ന് ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അട്ടർ ഫൂളിഷ്നെസ് ആണ്. അത് തെറ്റാണ്. നിങ്ങൾക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് ഉണ്ട്. ഏത് കാര്യം ചെയ്താലും റിസ്ക് ഉണ്ട്. അതിൻ്റെ ലാഭവും നഷ്ടവും എത്ര വരെ, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം എന്നെക്കൊണ്ട് പറയാവുന്നതിൻ്റെ മാക്സിമം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളത് കേട്ട് മനസ്സിലാക്കുക. ആദ്യം ഈ കേട്ടതിന് ശേഷം നാളെ തന്നെ ഇത് ചെയ്യാൻ ചാടി പുറപ്പെടരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. ആ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ബുക്കിനകത്തിലും ഈ പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളതിനെ കൃത്യമായിട്ട് വീക്ഷിച്ചതിന് ശേഷം എവിടെ ഇറങ്ങാം, എവിടെ പിന്നെ ഇത് എക്സിറ്റ് ചെയ്യാം എന്നൊക്കെയുള്ളത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ എഴുതി വെക്കുകയോ അല്ലെ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിക്കാവൂ. ഇനി അല്ല നിങ്ങൾക്കിത് ചെയ്തിട്ട് കംഫർട്ട് ആകുന്നില്ല, സെറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങളൊരു കാരണവശാലും ഇത് ചെയ്യാനും പാടില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലോട്ട് നമുക്ക് വരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ് അല്ലേ? ഈ ചാർട്ടിനകത്തിൽ ഈ വീക്ക്ലി ചാർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരേ ഡയറക്ഷനിലോട്ട് ഒറ്റ സ്ട്രെച്ചിന് മാർക്കറ്റ് പോകുന്നില്ല ഇല്ലേ? എപ്പോഴും മാർക്കറ്റ് പോകുന്നു, താഴോട്ട് വരുന്നു, പോകുന്നു, താഴോട്ട് വരുന്നു, പോകുന്നു, താഴോട്ട്. ഇങ്ങനെയാണ് മാർക്കറ്റ്. ഇതൊരു ഹെൽത്തി മാർക്കറ്റാണ്. മാർക്കറ്റ് ഇങ്ങനെയാണ് കയറിപ്പോകുന്നത്. അപ്പം ഇതിനിടയിലൊക്കെ പല സാഹചര്യങ്ങളിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ പല രീതിയിലും മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ടാകാറുണ്ട്. അങ്ങനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ടാകുമ്പോൾ മാർക്കറ്റ് അതിനനുസരിച്ച് വയലൻ്റായിട്ട് മൂവ് ചെയ്യും അല്ലേ? ആ വയലൻ്റായിട്ട് മൂവ് ചെയ്യുമ്പം അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഹെഡ്ജിങ് പരിപാടി നമ്മൾ കൂടുതലായിട്ടും ആസൂത്രണം ചെയ്യുന്നത്. ഹെഡ്ജിങ് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. 2 രീതിയിലാണ് ഹെഡ്ജിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ദിവസം നമുക്ക് ഒരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നാളെ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്, ഈ വാർ സീസ് ഫയർ ഇല്ലേ?
സീസ് ഫയർ വരുന്നു, സീസ് ഫയർ വരുമോ ഇല്ലയോ. സീസ് ഫയർ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് പോകും. സീസ് ഫയർ വന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. 2 സിനാരിയോ ഇവിടെ ഉള്ളത്. അപ്പോൾ നാളെ 2-1 നാളെ നടക്കും എന്നുള്ള കാര്യം കൺഫേമാണ് അല്ലേ. മാർക്കറ്റിൽ ഒരു വയലൻ്റ് മൂവ് നാളെ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അത് മുകളോട്ടാണോ താഴോട്ടാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ സിനാരിയോയിൽ ഹെഡ്ജിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അതായത് നാളത്തെ ദിവസം മാർക്കറ്റ് അല്ലെ ഒരു പർട്ടിക്കുലർ ദിവസം മാർക്കറ്റ് വയലൻ്റായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ എങ്ങോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് അപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ ആൾക്കാർ അവരവരുടെ പ്രൊഡിക്ഷൻ അനുസരിച്ച് ഭാഗ്യപരീക്ഷണം നടത്തുക ഗ്യാംബ്ലിങ് ചെയ്യാറുള്ളത് ഇല്ലേ. ചിലർ പി മാത്രം എടുത്തു വെക്കും, ചിലർ സി മാത്രം എടുത്തു വെക്കും. എൻ്റെ കാഴ്ചപ്പാട് നാളെ സീസ് ഫയർ നടക്കത്തില്ല, മാർക്കറ്റ് പൊട്ടി വീഴും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്ക്, ആ ഒരൊറ്റ വിശ്വാസം ഞാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പി എടുത്തു വെക്കും. അപ്പം ഇതിന് ഓപ്പോസിറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എടുത്തു വെച്ച ആൾക്ക് ഹ്യൂജ് ലോസ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. സപ്പോസ് ഇനിയല്ല മാർക്കറ്റ് സീസ് ഫയർ നടന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പൊട്ടും, ഈ ആൾക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടും. പക്ഷേങ്കിൽ ഇതിവിടെ എന്താണ് നടക്കുന്നത്, ഒരു ഗ്യാംബ്ലിംഗ് ആണ് നടക്കുന്നത് ഇല്ലേ. ഒരു അമ്പലപ്പറമ്പിലെ കുലുക്കി കുത്ത് കളിയാണ് നടക്കുന്നത്. വെയ് രാജാ വെയ് 1 വെച്ചാൽ 2 കിട്ടും. ആ ഒരു കൺസെപ്റ്റിൽ കാശ് കിട്ടാൻ വേണ്ടി ഉള്ള ഒരു സെറ്റപ്പാണ് നടക്കുന്നത്. പക്ഷേ നമുക്കിവിടെ കൃത്യമായി നമുക്ക് ഒരു ഹെഡ്ജിങ് സെറ്റപ്പിലൂടെ ഈ മൂവ്മെൻറ്റിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിൽ ആണെങ്കിൽ ഒരു 2 സ്ട്രൈക്ക് ഇട്ടായിരുന്നു അല്ലേ. ആ സ്ട്രൈക്ക് നോക്കട്ടെ, ഒരു മിനിറ്റ് ഉണ്ടോ ഒന്ന്. ഒരു സെക്കൻഡ്. ഞാൻ ഗ്രൂപ്പിലിട്ട സ്ട്രൈക്ക് ഇതായിരുന്നു അല്ലേ. ഇത് 24 മാർക്കറ്റ്, ഇത് ഞാൻ ഈ സ്ട്രൈക്ക് ഇടുമ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഏകദേശം 23,950 ഏരിയയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്തത്. അതായത് 24,200 23,700 അല്ലേ. ഈ 23,700 24,200 ഏകദേശം 250 ഗ്യാപ്പ്, 250 പോയിൻ്റ് മുകളോട്ടും 250 പോയിൻ്റ് താഴോട്ടുമുള്ള ഒരു 2 സ്ട്രൈക്കാണ്. അതായത് ഇത് OTM ആണ് അല്ലേ. ഇത് OTM ആണ്. ഈ OTM സ്ട്രൈക്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. വേണമെങ്കിൽ നമുക്ക് ATM സ്ട്രൈക്കും സെലക്ട് ചെയ്യാം. കൃത്യമായി ATM സ്ട്രൈക്ക് രണ്ടും സെയിം പ്രൈസ് അടുത്ത് വരുന്ന ATM. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ATM നിങ്ങൾ ഈ പ്രൈസ് സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം ടു മാക്സിമം പ്രൈസ് ഈക്വൽ ആയിരിക്കണം. പ്രൈസ് ഏകദേശം ഈക്വൽ, ചിലപ്പം ഈക്വൽ കിട്ടിയില്ലെങ്കിൽ 10-20 പോയിൻ്റ് അകലെയാണെങ്കിലും പ്രശ്നമില്ല. 10-20-30 അവരെ 10-20-30 പോയിൻ്റൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ അതിൽ കൂടുതൽ 50-ന് മേളിലോട്ട് കൂടുതലോട്ടൊന്നും ഡിഫറൻസിൽ നിങ്ങൾ പോകാൻ പാടില്ല. കഴിവതും ഈക്വൽ ഏരിയയിൽ കിട്ടുന്നെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്ത് ഓർഡർ ഇട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ നല്ല ഡിഫറൻസിലുള്ള സാധനം നിങ്ങൾ എടുക്കാൻ പാടില്ല. ഓക്കെ. അതിനുശേഷം അപ്പോൾ ഈ 2 നമ്മൾ സെലക്ട് ചെയ്ത് ഈ ഒരു പ്രൈസ് വന്നപ്പോൾ നമ്മളിത് വാങ്ങിച്ചു. ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും നമ്മൾ വാങ്ങിച്ചത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ പകുതി സമയങ്ങളിൽ. പക്ഷേ ഇവിടെ എന്താണ് ആക്ഷൻ നടക്കാൻ പോകുന്നത്, ഇതിൽ എന്താണ് ആക്ഷൻ നടക്കാൻ പോകുന്നതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിലെന്താണ് ആക്ഷൻ നടക്കാൻ പോകുന്നത്? നാളെ മാർക്കറ്റ് ഇപ്പോൾ രാത്രി, ഇന്നിപ്പോൾ വീക്കെൻഡാണ്, ഇത് വീക്കെൻഡാണ്. ഒന്നാമത്തെ കാര്യം അതാണ്, നമുക്ക് വീക്കെൻഡാണ് ഒന്ന് വീക്കെൻഡ്. രണ്ടാമത്തെ കാര്യം, ഈ വീക്കെൻഡിലാണ് എന്ത് സംഭവിക്കുന്നത്, ഇങ്ങനെ ഒരു ചർച്ച നടക്കാൻ പോകുന്നത്. ഈ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തൊരു ക്ലാരിറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ ഡിസ്കഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, തിങ്കളാഴ്ച പ്രതികരിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെ തിങ്കളാഴ്ച പ്രതികരിക്കുമ്പം ഈ സീസ് ഫയർ, ഈ ടോക്കിനകത്ത് ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടായാൽ മാർക്കറ്റ് എന്ത് ചെയ്യും, മുകളിലോട്ട് പോകും. ഫർദറായിട്ട് ഇവിടുന്ന് റാലി ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, ഇത് അടിച്ച് പിരിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ, അടിച്ച് പിരിഞ്ഞ് അലമ്പായിട്ട് തീരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മാർക്കറ്റ് ഈ കയറിയ 1000 പോയിൻറ്റും താഴോട്ട് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് അറിയത്തില്ല, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, നമുക്ക് അറിയത്തില്ല നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. ഞാൻ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്, ഹറിബറിയായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടെ കേൾക്കുക. ഓക്കെ, അപ്പോൾ നാളെ എന്താണ് നമുക്ക് സംഭവിക്കാറ്? അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തേക്കുന്നത്, നമ്മൾ ഔട്ട് ഓഫ് ദ മണി, ഓക്കെ, ഔട്ട് ഓഫ് ദ മണി 24,200 23,700 2 സ്ട്രൈക്കുകളാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ സ്ട്രൈക്ക് ചൂസ് ചെയ്യുമ്പം മിനിമം
10 ദിവസമെങ്കിലും അകലെയുള്ള സ്ട്രൈക്ക് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. മിനിമം 9-10 ദിവസം, അതായത് കറണ്ട് എക്സ്പയറിയിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ സംഭവം ഇങ്ങനെയുള്ള പരിപാടി പ്രാക്ടീസ് നിങ്ങൾ ചെയ്യരുത്. കഴിവതും 1 എക്സ്പയറിയോ 2 എക്സ്പയറിയോ അകലെയുള്ള സ്ട്രൈക്ക് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ചെയ്തിൽ ഒന്നും സംഭവിച്ചില്ല, മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ രണ്ട് പ്രീമിയം ഉരുകിപ്പോവും. കാരണം നാളെ ഇപ്പോൾ നിങ്ങൾ കറണ്ട് എക്സ്പയർ ചെയ്യുമെന്ന് വിചാരിച്ചോ, തിങ്കളാഴ്ച എക്സ്പയറി ആണ്, ഈ പറയുന്ന 194 എന്ന് പറയുന്നത് നേരെ ഹാഫ് ആവും. 100 ചിലപ്പോൾ നാളെ ഓപ്പൺ അങ്ങനെ ചിലപ്പോൾ വെറും 100 പോയിന്റിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുവാണ്. ഒന്നും സംഭവിച്ചില്ല, മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തെങ്കിൽ വെറും 100 പോയിന്റിലായിരിക്കും. അതേസമയം നമ്മൾ ഒരു എക്സ്പയറി വിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ DK ഒന്നും വരത്തില്ല. ചിലപ്പോൾ 10, 15, 20 പോയിൻ്റ് നഷ്ടം മാത്രമേ വരത്തുള്ളൂ, ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്തിലെ മെയിൻ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എക്സ്പയറി സെലക്ട് ചെയ്യുമ്പം ഏകദേശം 10 ദിവസത്തിന് അപ്പുറമുള്ള എക്സ്പയറി മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഒന്നാമത്തെ സിനാരിയോ ആണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഈ സിനാരിയോ പറയുന്നത് എങ്ങനെയാണ്, അടുത്ത ദിവസം മാർക്കറ്റിൽ ഒരു വയലൻ്റ് മൂവ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ 2 ഘട്ടമുണ്ട് ഇതിന് കേട്ടോ. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നാളെ അടുത്ത ദിവസങ്ങളിൽ ഒരു വയലൻ്റ് മൂവ് എക്സ്പെക്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണക്കാക്കിയാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതാണ് അടുത്ത എല്ലാവർക്കും ഉള്ള സംശയമാണ്. സാർ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇപ്പം നാളെ ഇപ്പം മാർക്കറ്റ് 24,950 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 20 എത്രയാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, 24,050 മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ സംഭവം എടുത്തത് 24,950 ഇപ്പോൾ നിലവിൽ എടുത്തേക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഏകദേശം ഈ കോൾ സൈഡ് എങ്ങാണ്ട് 225 പോയിൻറ്റ് 225 എങ്ങാണ്ടായെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതിനകത്ത് പിന്നെ ഞാനത് ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇട്ടേക്കാം. എനിവേ, നമ്മളെന്തായാലും 23,950 ഈ സാധനം എടുത്തു. ഓക്കെ, അടുത്തതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യാൻ തോന്നുന്നു, എങ്ങോട്ടേലും വൺ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു. നാളെ തിങ്കളാഴ്ച മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ആശ ഇതൊന്നും വേണ്ട, നമുക്കൊരു 300 പോയിൻ്റ് കൂട്ടാം. ഒരു 300 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമെന്ന് വിചാരിച്ചു. 300 പോയിൻ്റ്. ഇപ്പം നിലവിൽ ഈ 24,200 എന്ന് പറയുന്നത് എന്താണ്, ഔട്ട് ഓഫ് ദ മണിയാണ്. ഓക്കെ, OTM ആണ് അല്ലേ, ഔട്ട് ഓഫ് ദ മണിയാണ്. അതായത് നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നത് എപ്പോഴാണ്, 23,950 നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നത്. OTM സ്ട്രൈക്കാണ്. 24,200 എന്ന് പറയുന്നത്, 23,700 എന്ന് പറയുന്നതും ഔട്ട് ഓഫ് ദ മണിയാണ്. ഇനിയിപ്പം നാളെ മാർക്കറ്റ് 300 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുമെന്ന് വിചാരിച്ചു. ഓക്കെ, 300 പോയിൻ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ സംഭവിക്കുന്നത് 23,950 നമ്മൾ ഈ സ്ട്രൈക്ക് എടുത്തത്. 23,950 നിന്ന് നാളെ ഒരു 300 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 23,250. ഞാൻ മിനിമം 300 പോയിൻ്റാണ് പറഞ്ഞത്, 23,250 ആകും അല്ലേ. അപ്പം എന്തായിട്ട് മാറിയത്, ഈ 24,200 എന്നുള്ളത് ATMO ITMO ആയിട്ട് മാറും. മനസ്സിലായില്ലേ? അപ്പം ഇതിൻ്റെ പ്രൈസ് പെട്ടെന്ന് തന്നെ കൂടും. ഇപ്പോൾ 200 പോയിൻ്റ്, ഇനിയിപ്പോൾ അതിൻ്റെ അടുത്തൊരു ഘട്ടം കൂടെ ഞാൻ പറയാം. ഈ 24,200 എന്ന് പറയുന്നത് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിൻ്റെ ഡെൽറ്റ 0.3 അറൗണ്ട് ആയിരിക്കും. 0.3. കാരണം എന്താണ്, ഇത് 200-250 പോയിൻ്റ് അകലെയാണ് ഇത്. ഞാൻ അപ്രോക്സിമേറ്റ്ലി ആണ് ഡെൽറ്റ പറഞ്ഞത്, ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല, എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറയുക. 24,200 എന്ന് പറയുമ്പം അതിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത് ഏകദേശം 0.3 അല്ലെ 0.35 ഡിപ്പെൻഡ് ഓൺ വിക്സും മറ്റുള്ള ഘടകങ്ങളൊക്കെ ആശ്രയിച്ചായിരിക്കും ഇതിരിക്കുന്നത്. കാരണം ഇത് ഔട്ട് ഓഫ് ദ മണിയാണ് അല്ലേ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഈ 0.3 എന്നുള്ളത് ATMലോട്ടോ ITMലോട്ടോ വരുമ്പം ഇതിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത് 0.5 to 0.6 7 ഒക്കെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് ഈ ഡെൽറ്റ, അതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ല അറിയാമോ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൈസിനെ മൂവ് ചെയ്യിക്കുന്ന ഘടകം. അതായത് നിഫ്റ്റി ഒരു പോയിൻ്റ് കയറുമ്പോൾ നമ്മുടെ പ്രീമിയം എത്ര പോയിൻ്റ് കയറണം എന്ന് തീരുമാനിക്കുന്ന ഘടകമാണ് ഡെൽറ്റ. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഡെൽറ്റ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നമ്മളുടെ പ്രീമിയം മൂവ് ചെയ്യിക്കാൻ
നമ്മുടെ പ്രീമിയത്തിനെ മൂവ് ചെയ്യിക്കാൻ എത്രത്തോളം മൂവ് ചെയ്യിക്കണം എന്ന് നിശ്ചയിക്കുന്ന ഘടകമാണ് ഡെൽറ്റ. അപ്പോൾ ഇവിടെ ഡെൽറ്റ 0.3 ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒരു പോയിൻ്റ് കയറുമ്പം നമ്മുടെ പ്രീമിയം വെറും 30 പൈസ മാത്രമേ അപ്രീഷിയേറ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായി പറഞ്ഞേ? നമ്മുടെ പ്രീമിയം നിഫ്റ്റി ഒരു പോയിൻ്റ് കയറുമ്പം 30 പൈസ മാത്രമേ കയറുള്ളൂ. അതായത് 100 പോയിൻ്റ് കയറുമ്പം നമ്മുടെ ഈ പറയുന്ന നിലവിലുള്ള ഈ സ്ട്രൈക്കിൽ ഈ ഡെൽറ്റയിൽ ഉള്ള ഈ 24,200 അറ്റ് പ്രസൻറ്റ് എന്ത് സംഭവിക്കുന്നത് 30 പൈസ മാത്രം 30 രൂപ മാത്രമേ അപ്രീഷിയേറ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം പെട്ടെന്ന് തന്നെ 24,200 നാളെ 24,500 അല്ലെങ്കിൽ 600 അല്ലെങ്കിൽ 24,250 മുകളിലോ 300 ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെൽറ്റ എത്രയായിട്ട് മാറും? 0.5 to 0.6 ആയിട്ട് മാറും ഇല്ലേ? അതായത് നിഫ്റ്റി 100 പോയിൻ്റ് പോകുമ്പം ഇവിടെ 30 പോയിൻ്റ് മൂവ് ചെയ്തെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് 50 പോയിൻ്റോ 60 പോയിൻ്റോ മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. 23,950 നിഫ്റ്റി ഇപ്പം നിൽക്കുന്നത്. നമ്മളിത് സെലക്ട് ചെയ്യുമ്പം 23,950 നിൽക്കുന്നത് ഇല്ലേ? അവിടെ ഇതിൻ്റെ ഡെൽറ്റ 0.5 ആയിരിക്കും. ഈ 23,950 ഡെൽറ്റ 0.5 ആയിരിക്കും. ശരിയല്ലേ? 24,200 എന്ന് പറയുന്ന ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോകുമ്പം ഇതിൻ്റെ ഡെൽറ്റ വെറും 0.3 ആകാനാണ് സാധ്യത. അപ്രോക്സിമേറ്റ്ലി ഞാൻ പറയുന്നത് ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. ഓക്കെ, 0.3 ആയിരിക്കും. അതായത് നിഫ്റ്റി നിലവിലത്തെ അവസ്ഥയിൽ മുന്നോട്ട് 100 പോയിൻ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഈ നമ്മളെടുത്ത ഈ പ്രൈസ് ഇതിൽ നിന്ന് ഓരോ 100 പോയിൻറ്റിനും ഏകദേശം 30 രൂപ മാത്രമേ കൂടത്തുള്ളൂ. 100 പോയിൻ്റ് ഇവിടുന്ന് മുതലോട്ട് കയറി കഴിഞ്ഞാൽ ഈ 194 എന്നുള്ളത് ഏകദേശം 225, 230 ആകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ അതാണ് സംഭവിച്ചേക്കുന്നത്. ഇപ്പോഴത്തെ പ്രൈസ് ഞാൻ കറക്റ്റ് നോക്കിയിട്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്തേക്കാം. ഏകദേശം 225 റേഞ്ചിലായിരിക്കും മിക്കവാറും ഈ പ്രൈസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഞാൻ ആവർത്തിച്ച് പറയുവാണേ, നാളെ 300 പോയിൻ്റ് ഗ്യാപ്പപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ 23,950 എന്ന് പറയുന്നത് ഇവിടെ തന്നെ കണക്ക് കൂട്ടിക്കോ. ഇപ്പോഴത്തെ കാരണം നോക്കണം, ഈ നമ്മളിപ്പോൾ എടുത്ത സ്ട്രൈക്കിൻ്റെ അവിടുന്ന് 300 പോയിൻ്റ് ഗ്യാപ്പപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായി സംഭവിക്കും? 24,250 തീരും. അപ്പം ATMന് മുകളിൽ പോയി 24,200 നമ്മുടെ സ്ട്രൈക്ക് ഇല്ലേ? അപ്പോൾ 24,200 വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഡെൽറ്റ 0.5 ആവും. അതിന് മേലോട്ട് കൂടുന്നതോറും 0.6 എന്നോ 0.7 എന്നോ ഒക്കെ ആയി മുകളിലോട്ട് കയറും. അതായത് നിഫ്റ്റി 100 പോയിൻ്റ് സഞ്ചരിക്കുമ്പം ഇവിടെ 30 ആണ് കയറിയിരുന്നെങ്കിൽ നാളത്തെ ദിവസം അത് 100 പോയിൻറ്റിന് 60 പോയിൻറ്റോ 70 പോയിൻറ്റോ ഒക്കെ നമ്മുടെ പ്രീമിയത്തിൽ അപ്രീസിയേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പം ഈ 194 എന്നുള്ളത് എന്തായിട്ട് മാറും? 194 300 പോയിൻറ്റ് കയറുമ്പം ഏകദേശം ഇതിൻ്റെ കൂടെ തന്നെ ഒരു 200 പോയിൻ്റ് കൂടെ നമ്മളിപ്പം ATM തന്നെ വെച്ച് കൂട്ടി കഴിഞ്ഞാലും 300 പോയിൻ്റ് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 150 പോയിൻറ്റിൻ്റെ പ്രീമിയം അപ്രീസിയേഷൻ നമുക്കിവിടെ ഉണ്ടാകും. അപ്പോൾ ഏകദേശം ഡബിളിനടുത്ത് 194 എന്ന് പറയുന്നത് ഒരു 300, 350, 400 ഒക്കെ ആകാനുള്ള സാധ്യത ഈ പ്രൈസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ പറഞ്ഞ്. അപ്പം 300 പോയിൻ്റ് വരുമ്പോൾ സിനാരിയാണ് ഞാനിത് പറഞ്ഞത്. ഇതിപ്പോൾ 500 പോയിൻ്റ് ആവുകയാണെങ്കിലോ നാളെ ഒരു 500 പോയിൻറ്റിൻ്റെ ഗ്യാപ്പപ്പ്, കഴിഞ്ഞ ദിവസം 800 പോയിൻറ്റ് 900 പോയിൻ്റ് ഗ്യാപ്പപ്പ് കയറിയില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ 500 പോയിൻ്റ് ഗ്യാപ്പപ്പ് വരുന്നെങ്കിലോ ഇത് പെട്ടെന്ന് തന്നെ ITM ആയിട്ട് മാറുമ്പോൾ ഇതിൻ്റെ ഡെൽറ്റ 0.7ഉം 0.8ഉം 0.9ഉം ഒക്കെ ആയിട്ട് മാറും. മാക്സിമം ഡെൽറ്റ 1 ആണ്. മാക്സിമം 1-നപ്പുറം ഡെൽറ്റ ഇല്ല. അപ്പം ഈ 7, 8, 9 ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റി 100 പോയിൻ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രീമിയത്തിനകത്തിൽ 90 രൂപയുടെ അപ്രീസിയേഷൻ അല്ലെങ്കിൽ 80 രൂപയുടെ അപ്രീസിയേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജായിട്ട് പറന്ന് കയറും. മനസ്സിലായോ പറഞ്ഞേ? അതാണ് ഇതിൻ്റെ അകത്തിലെ ഈ ഹെഡ്ജിങ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം. അപ്പോൾ നമ്മൾ ചോദിക്കും, സാറേ അപ്പർ സൈഡ് അവിടെ 192 അത് ആവിയായിട്ട് തീരത്തില്ല. കാരണം നമ്മൾ എക്സ്പയറി മാറിയാണ് എടുത്തേക്കുന്നത്. ഒന്നാമത്തെ കാര്യം അത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കാം, ഇവിടെ നമുക്ക് 0.3 ആണ് ഡെൽറ്റ ഇല്ലേ? ഇവിടെ നമുക്ക് 0.3 ആണ്. 0.3, 0.36, 4 ഒക്കെ ആയിരിക്കും ഡെൽറ്റ എന്ന് വിചാരിച്ചു. ഈ സാധനം വീണ്ടും തിരിച്ച് താഴോട്ട് പോകുമ്പോൾ
താഴോട്ട് പോകുമ്പോൾ 23,700 എന്ന് പറയുന്ന ഈ പുട്ട് ഈ കോള് മുകളിലോട്ട് പോയി ഇല്ലേ, കോള് മുകളിലോട്ട് പോയി ഇതിൻ്റെ പ്രൈസ് താഴോട്ട് പോകും. ഈ 23,700 എന്ന് പറയുന്നത് 0.3 ആണെന്നുണ്ടെങ്കിൽ പിന്നെയും ഇവിടുന്ന് അകലം കൂടുന്തോറും നിഫ്റ്റിയുടെ കറണ്ട് സ്പോട്ടുമായിട്ട് അകലം കൂടുന്തോറും ഇതിൻ്റെ താഴോട്ടുള്ള വീഴ്ചയുടെ ആ ആഘാതം കുറഞ്ഞ് വരും. അപ്പോൾ ചിലപ്പം ഇതിൻ്റെ ഡെൽറ്റ ചിലപ്പോൾ 0.2 0.3 അല്ലെങ്കിൽ 0.3 ഇവിടെ കൂട്ടിക്കോ, ചിലപ്പോൾ അത് 0.2 വരും, അല്ല 0.15 വരും. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഈ 192 എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു 100 രൂപയൊക്കെ ആകാനുള്ള സാധ്യത ഉണ്ട് ഇല്ലേ. 100 രൂപ ആകുമ്പോൾ നമുക്കിവിടെ നഷ്ടം എത്രയാണ്? വെറും 92 രൂപയായിരിക്കും. ഞാൻ ഏകദേശ കണക്കാണ് ഈ പറയുന്നത്. ഏകദേശം നമുക്ക് നഷ്ടം വരുന്നത് ഏകദേശം 90 രൂപ അല്ല 100 രൂപ കൂട്ടിക്കോ, 100 രൂപയായിരിക്കും. പക്ഷേ നമുക്ക് ഇവിടെ കിട്ടിയ അപ്രീസിയേഷൻ എത്രയായിരിക്കും കിട്ടിയത്? ഏകദേശം 300 പോയിൻ്റ് കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്നൊരു 150 200 മുതൽ 250 പോയിൻറ്റിൻ്റെ ഒരു അപ്രീസിയേഷൻ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ നഷ്ടമോ വെറും 100 പോയിൻറ്റിൻ്റെ നഷ്ടം മാത്രമേ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. അപ്പോഴും ആ 100 പോയിൻറ്റ് കഴിച്ച് കഴിഞ്ഞാലും ബാക്കി നമുക്ക് 150 പോയിൻറ്റിൻ്റെ ഒരു അപ്രീസിയേഷൻ ടോട്ടൽ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു 150 പോയിൻറ്റിന് അപ്രീസിയേഷൻ നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ 1-2 പ്രാവശ്യം കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഓക്കെ, അപ്പം നമ്മൾ ആ കാര്യം മനസ്സിലായല്ലോ. ഒന്നാമത്തെ സിനാരി. അപ്പോൾ ഒന്നാമത്തെ സിനാരിയാണ് എന്താണ് ഞാൻ പറഞ്ഞത്? നാളെ ഏകദേശം നാളത്തെ ദിവസം അടുത്ത ദിവസം ഉണ്ടാകാൻ പോകുന്ന മാർക്കറ്റിലെ ഒരു സ്പൈക്ക് അല്ലെങ്കിൽ ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാന്യമായ ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിന്ന് എക്സിറ്റ് ചെയ്യണം. മാന്യമായ പ്രോഫിറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യണം. ഗ്രീഡി പരിപാടിക്ക് നമ്മളിവിടെ നിൽക്കരുത്. അപ്പം ഇതാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നു, നിങ്ങളത് പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രൈക്കുകൾ എഴുതി വെച്ച് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അതിൻ്റെ മൂവ്മെൻറ്റുകൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പരിപാടിക്ക് എന്ത് ചെയ്യണം? ഇറങ്ങി തിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നിങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. താങ്ക് യു.